തേർഡ് സ്റ്റാൻഡേർഡിലെ EVSന്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിലെ ആക്ടിവിറ്റി ഫസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രീച്ചേഴ്സ്, വിവിധ തരത്തിലുള്ള ജീവികൾ. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ക്രീച്ചേഴ്സ് ബൈ ഒബ്സർവിംഗ് ദ ഗിവൺ ബോഡി പാർട്സ്. അതായത് തന്നിരിക്കുന്ന ശരീരഭാഗങ്ങൾ നിരീക്ഷിച്ചിട്ട് ഏത് ജീവിയാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റിൽ നമുക്ക് കണ്ടറിയാം ഏത് ക്രീച്ചർ ആണത്. ഡക്കാണ്. നെക്സ്റ്റ് എലിഫന്റ് ആണ് അല്ലെ. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ക്രീച്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ സൈസ്. അതായത് തന്നിരിക്കുന്ന ജീവികളെ അവയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തന്നിരിക്കുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? റാബിറ്റ്, കെമിലിയൻ, ഹോഴ്സ്, എലിഫന്റ്, ഡീർ. അപ്പൊ നമുക്ക് അവയുടെ വലിപ്പത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം? ഫസ്റ്റ് കെമിലിയൻ, ദെൻ റാബിറ്റ്, ദെൻ ഡീർ, ഹോഴ്സ്, എലിഫന്റ്. ഇങ്ങനെയല്ലേ? ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. മിത്ര ഹാസ് ലിസ്റ്റഡ് ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ഇൻ ഹെർ EVS ഡയറി. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഇൻ ദ ടേബിൾ. എന്താണ് മിത്രയുടെ EVS ഡയറിയിലെ വിവിധ ജീവികളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് എങ്ങനെ ഏതൊക്കെ ക്രീച്ചേഴ്സ് ആ? സ്നേക്ക്, കെമീലിയൻ, സ്കിങ്ക് തന്നിട്ടുണ്ട്. അതിലെ ഹെഡിങ് നമുക്ക് തന്നിട്ടില്ല അല്ലെ. നെക്സ്റ്റ് നോക്കൂ. ദോസ് ഹു വാക്ക് എന്ന് പറഞ്ഞിട്ട് മാൻ എന്ന് തന്നിട്ടുണ്ട്, റാബിറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഒരു ക്രീച്ചർ നമുക്ക് അവിടെ എഴുതി ചേർക്കാനുണ്ട് കേട്ടോ. അടുത്ത ബോക്സിൽ നോക്കൂ, അവിടെ ഹെഡിങ് തന്നിട്ടില്ല. ഡക്ക്, ഡോൾഫിൻ, ഫിഷ് എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ദോസ് ഹു ഫ്ലൈ എന്ന് തന്നിട്ടുണ്ട്. അതിൽ ഔൾ എന്നും ഫയർ ഫ്ലൈ എന്നും തന്നിട്ടുണ്ട്. ഒരു ക്രീച്ചർ നമുക്ക് എഴുതാനുണ്ട് അല്ലെ. അപ്പൊ ക്രീച്ചേഴ്സിനെ മൂവ്മെന്റ് അനുസരിച്ചാണല്ലോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഫസ്റ്റ് സ്നേക്ക്, കെമീലിയൻ, സ്കിങ്ക് എന്നൊക്കെ പറയുമ്പോൾ അവരെങ്ങനെയാ മൂവ് ചെയ്യുന്നത്? എഴയാണ് ചെയ്യുന്നത് അല്ലെ. ക്രോൾ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹെഡിങ് എന്താ എഴുതാം? ദോസ് ഹു ക്രോൾ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. ദോസ് ഹു വാക്ക് എന്ന് പറഞ്ഞിട്ട് മാൻ എന്നും റാബിറ്റ് എന്നും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലയൺ എഴുതാം, എലിഫന്റ് എഴുതാം, ടൈഗർ എഴുതാം, ഡീർ എഴുതാം. അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അടുത്തത് നോക്കാം. ഡക്ക്, ഡോൾഫിൻ, ഫിഷ് എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇവയെല്ലാം എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? സ്വിം ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ഹെഡിങ് എഴുതുക? ദോസ് ഹു സ്വിം എന്നാണ് എഴുതുക അല്ലെ. അടുത്തത് ദോസ് ഹു ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഔൾ എന്നും ഫയർ ഫ്ലൈ എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഡ്രാഗൺ ഫ്ലൈ എഴുതാം, ബട്ടർഫ്ലൈ എഴുതാം, ക്രെയിൻ എഴുതാം, ക്രോ എഴുതാം, പാരറ്റ് എഴുതാം. അത് ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 2 നോക്കാം. ദ പവർ ഓഫ് ക്ലീൻലിനെസ്. അതിലെ എ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൺ വേർഡ്സ് ആൻഡ് ഇൻക്ലൂഡിംഗ് ദ ഹാബിറ്റ്സ് ദാറ്റ് വി ഷുഡ് ഫോളോ ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്തുടരേണ്ട ശീലങ്ങൾ ഏതൊക്കെയാന്ന് ഉൾപ്പെടുത്തിയിട്ട് വേർഡ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. വെയർ ക്ലീൻ ഡ്രസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? എല്ലാ ദിവസവും കുളിക്കാം, ടേക്ക് എ ബാത്ത് ഡെയിലി എന്ന് എഴുതാം. പിന്നെ എന്താണ്? ബ്രഷ് ടീത്ത് ട്വൈസ് എ ഡേ. ദിവസവും 2 നേരം പല്ലു തേക്കാം. ദെൻ കട്ട് ഔട്ട് ട്രിം നെയിൽസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കലും നഖങ്ങള് വെട്ടുക. പിന്നെ കോംബ് ആൻഡ് ക്ലീൻ ഹെയർ, മുടി ചീന്തി വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ക്ലീൻ ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് അണ്ടർ ഹൈജീൻ ക്ലബ്. വാട്ട് തിങ്സ് ആർ ടു ബി നോട്ടഡ് ടു കീപ് ഈച്ച് ഏരിയ ക്ലീൻ. ഹൈജീൻ ക്ലബിന്റെ കീഴില് സ്കൂളിന്റെ പരിസരവും വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓരോ ഏരിയയും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഏരിയാസ്. ഏതൊക്കെയാണ്? സ്കൂൾ സറൗണ്ടിങ്സ്, ക്ലാസ് റൂം, കിച്ചൺ, വാഷ്റൂം. സ്കൂൾ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? വേസ്റ്റ് ഗ്രൗണ്ടിലൊന്നും എറിയാതിരിക്കുക അല്ലെ. ഡു നോട്ട് ത്രോ വേസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് എഴുതാം. വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഡസ്റ്റ്ബിൻസ് യൂസ് ചെയ്യുക എന്നുള്ളത് എഴുതാം. യൂസ് ഡസ്റ്റ്ബിൻസ് ഫോർ വേസ്റ്റ്. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ക്ലാസ് റൂം ആണ്. ക്ലാസ് റൂം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡു നോട്ട് ത്രോ പേപ്പർ ഓർ വേസ്റ്റ് ഓൺ ദ ഫ്ലോർ. നിലത്ത് പേപ്പറോ അല്ലെങ്കിൽ വേസ്റ്റോ ഒന്നും വലിച്ചെറിയാതിരിക്കാം. പിന്നെ യൂസ് ദ ഡസ്റ്റ്ബിൻ ഫോർ വേസ്റ്റ്. വേസ്റ്റ് ഇടാനായിട്ട് ഡസ്റ്റ്ബിൻസ് ഉപയോഗിക്കുക. പിന്നെ നമ്മളെ ബുക്കും ബാഗൊക്കെ നേരവണ്ണം അടുക്കി വെക്കുക അല്ലെ. അറേഞ്ച് ബുക്സ് ആൻഡ് ബാഗ്സ് നീറ്റ്ലി. ക്ലീൻ ദ ബ്ലാക്ക് ബോർഡ് ആഫ്റ്റർ യൂസ്. അത് ഉപയോഗിച്ചതിന് ശേഷം ബ്ലാക്ക് ബോർഡ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ക്ലാസ് റൂം നീറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതുക കേട്ടോ. അടുത്തത് കിച്ചൺ ആണ്. കിച്ചൺ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം ബിന്നില് നിക്ഷേപിക്കുക അല്ലെ. അപ്പൊ അത് ഒരു പോയിന്റ് ആയിട്ട് എഴുതാലോ. ഡിസ്പോസ് ഓഫ് ഫുഡ് വേസ്റ്റ് ഇൻ എ ബിൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കവർ ഫുഡ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. പ്രാണികളിൽ നിന്നും പൊടികളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ നേരവണ്ണം മൂടി വെക്കുക. അടുത്തത് വാഷ് വെജിറ്റബിൾസ് ആൻഡ് യൂട്ടൻസിൽസ് പ്രോപ്പർലി എന്ന് എഴുതാം അല്ലെ. പച്ചക്കറികളും പാത്രങ്ങളും നേരവണ്ണം കഴുകുക എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതുക. ഇനി ലാസ്റ്റ് വൺ വാഷ്റൂം ആണ്. വാഷ്റൂം ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്തതിനു ശേഷം നേരെ വേണം ക്ലീൻ ചെയ്യുക അല്ലെ. ക്ലീൻ ദി ടോയ്ലറ്റ് ആഫ്റ്റർ യൂസ്. ഡു നോട്ട് ത്രോ വേസ്റ്റ് ഇൻ ദ ടോയ്ലറ്റ്. ടോയ്ലറ്റിലെ വേസ്റ്റുകൾ എറിയാതിരിക്കുക. ദെൻ കീപ് ദ ഫ്ലോർ ക്ലീൻ ആൻഡ് ഡ്രൈ. ടോയ്ലറ്റ് നിലം നേരെ ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടും വെക്കുക കേട്ടോ. Activity 3 rain rain rain. അതിലെ A question, Sanu and his friends recorded the amount of rain on various days using a rain gauge. Examine the table they have prepared and answer the following question. സനുവും സനുവിന്റെ ഫ്രണ്ട്സും റെയിൻ ഗേജ് ഉപയോഗിച്ചിട്ട് വിവിധ ദിവസങ്ങളിൽ ലഭിച്ച മഴയുടെ അളവ് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ടേബിള് നിരീക്ഷിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിളിൽ ഓരോ ദിവസത്തിനും എത്ര മഴയാണ് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഡേ ഹാഡ് ദ ഹയസ്റ്റ് റെയിൻഫോൾ? ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണ് എന്നുള്ളതാണ്. അപ്പൊ ഏത് ദിവസമാണ്? 15/9/2024 ആണ് അല്ലെ. അതവിടെ എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് ഡേയ്സ് ഹാഡ് ദ സെയിം എമൗണ്ട് ഓഫ് റെയിൻഫോൾ? മഴ ഒരേപോലെ ലഭിച്ച ദിവസങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ്. 11/9/2024 പിന്നെ 16/9/2024 ആണ് അല്ലെ. വിച്ച് ഡേ ഹാഡ് ദ ലോവസ്റ്റ് റെയിൻഫോൾ? കുറവ് മഴ ലഭിച്ചത് ഏത് ദിവസമാണെന്നുള്ളതാണ്. 12/9/2024 ആണ് അല്ലെ. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ എ റെയിൻഫോൾ? അതായത് മഴയ്ക്ക് ശേഷം നമ്മളുടെ ചുറ്റുപാടും ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സ്പ്രിങ്സ് വിൽ ബി ഫോംഡ് എന്ന് തന്നിട്ടുണ്ട്. മഴയ്ക്ക് ശേഷം ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് എങ്ങനെയാ ഉണ്ടാവുക? നല്ല തണുത്തതായിട്ട് മാറും അല്ലെ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാലോ. ദ എൻവയോൺമെന്റ് ബിക്കംസ് കൂൾ എന്ന് എഴുതാം. ഇനി നമുക്കറിയാം പ്ലാന്റ്സും ട്രീസും ഒക്കെ നല്ല പച്ചപ്പായിട്ട് കാണപ്പെടും അല്ലെ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ലുക്ക് ഗ്രീൻ ആൻഡ് ഫ്രഷ് എന്ന് എഴുതാം. മഴ പെയ്തതിനു ശേഷം മണ്ണ് എങ്ങനെയാ ഉണ്ടാവുക? നനഞ്ഞതും അതുപോലെ തന്നെ സോഫ്റ്റും ആവും അല്ലെ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. ദ സോയിൽ ബിക്കംസ് വെറ്റ് ആൻഡ് സോഫ്റ്റ് എന്ന് എഴുതാം. വാട്ടർ ബോഡീസ് അതായത് റിവേഴ്സ്, പോൺസ്, വെൽസ് ഒക്കെ വെള്ളം കൊണ്ട് നിറയും അല്ലെ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാലോ. Rivers, ponds and wells are filled with water എന്ന് എഴുതാം. എങ്കിലും 2 പോയിന്റ് എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 4 ഏരിയാസ് ആൻഡ് ഒക്യുപ്പേഷൻ. അതിലെ എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 നാച്ചുറൽ റീജിയൻസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ടോപ്പോഗ്രഫി. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് കേരളത്തിനെ 3 പ്രകൃതിദത്തമായ പ്രദേശങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഈ മാപ്പ് നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കേരളത്തിന് എങ്ങനെയാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നത്? ഹൈ റേഞ്ചസ്, മിഡ്ലാൻഡ്സ്, കോസ്റ്റൽ ഏരിയാസ് അല്ലെ. ഹൈ റേഞ്ചസ് എന്ന് പറഞ്ഞാല് മലനാട്, മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാല് ഇടനാട്, കോസ്റ്റൽ ഏരിയാസ് എന്ന് പറഞ്ഞാല് തീരപ്രദേശം കേട്ടോ. ഇങ്ങനെയാണല്ലേ തരംതിരിക്കുന്നത്. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ? ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് റീജിയൻ ഇൻ കേരള the occupations region differ. Complete the table identifying the type of topography related to the given occupation. കേരളത്തിലെ ഓരോ പ്രദേശത്തിന്റെയും സവിശേഷതകൾക്ക് അനുസരിച്ചിട്ട് അവിടുത്തെ തൊഴിലുകൾ വ്യത്യസ്തമാണ്. താഴെ തന്നിരിക്കുന്ന തൊഴിലുകൾ ഏത് ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പറഞ്ഞിരിക്കുന്ന ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ്? ഫിഷിംഗ്, റബ്ബർ ടാപ്പിംഗ്, പ്ലാന്റേഷൻ. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഏത് റീജിയനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഫിഷിംഗ് എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയാസ് ആണ് അല്ലെ. അപ്പൊ കോസ്റ്റൽ ഏരിയാസ് ആണ്. നെക്സ്റ്റ് റബ്ബർ ടാപ്പിംഗ് ആണ്. റബ്ബർ ടാപ്പിംഗ് മിഡ്ലാൻഡ് ആണ് അല്ലെ. ദെൻ പ്ലാന്റേഷൻ ഹൈ റേഞ്ച്. നമുക്കവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ആക്ടിവിറ്റി 5 സേഫ് ജേർണി. അതിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ട്രാഫിക് റൂൾസ് ആർ ഒബീഡ്. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചിട്ട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചിരിക്കുന്നത് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ തന്നിരിക്കുന്ന ചിത്രം നന്നായിട്ട് നോക്കുക കേട്ടോ. അവിടെ കണ്ടോ വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണല്ലേ. റെഡ് സിഗ്നൽ ലൈറ്റ് കണ്ടപ്പോൾ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു. അത് ട്രാഫിക് റൂള് ഒബേ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ പെഡസ്ട്രിയൻസ് സീബ്ര ലൈനിലൂടെയാണ് അല്ലെ റോഡ് ക്രോസ് ചെയ്യുന്നത്. അതൊരു ട്രാഫിക് റൂള് അനുസരിച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ 2 പോയിന്റ് എഴുതാം കേട്ടോ. pedestrians crossing at a zebra crossing. Then അടുത്ത പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? വെഹിക്കിൾ സ്റ്റോപ്പിംഗ് at a red traffic light. Question നോക്കാം. Write down your opinion on the need of obeying traffic rules. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നതോടുകൂടി നമുക്ക് എന്താണ് ആക്സിഡന്റ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് എഴുതാലോ. ട്രാഫിക് റൂൾസ്
ഹെൽപ്പ് ടു അവോയ്ഡ് ആക്സിഡൻസ് എന്ന് എഴുതാം. ട്രാഫിക് റൂൾസ് ഉള്ളത് കൊണ്ടാണ് വാഹനങ്ങളെല്ലാം ഒരു ഓർഡർ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു ഓർഡർ ഉണ്ടായിരിക്കില്ലേ, അപ്പൊ ബ്ലോക്കുകൾ കൂടും, അതുപോലെ തന്നെ ആക്സിഡൻസും കൂടും അല്ലെ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് പറയാം. ദേ ഹെൽപ്പ് വെഹിക്കിൾസ് മൂവ് ഇൻ ആൻ ഓർഡർലി വേ. ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കുന്നത് വഴി നമുക്കറിയാം ഡ്രൈവേഴ്സിനെയും പാസഞ്ചേഴ്സിനെയും അതുപോലെ തന്നെ പെഡസ്ട്രിയൻസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ട്രാഫിക് റൂൾസ്. അപ്പൊ എന്ത് എഴുതാം, ദേ പ്രൊട്ടക്ട് ഡ്രൈവേഴ്സ്, പാസഞ്ചേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻസ്. ഇതിലെ ഏത് പോയിന്റ് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് എ സ്യൂട്ടബിൾ ട്രാഫിക് സിഗ്നൽ ടു ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് സ്കൂൾ. അതായത് സ്കൂളുകളുടെ മുമ്പിൽ വെക്കാൻ അനുയോജ്യമായ ട്രാഫിക് സിഗ്നൽ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ട്രാഫിക് സിഗ്നൽസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ് നോ ഹോൺ എന്നുള്ള ട്രാഫിക് സിഗ്നൽ ആണ്. നെക്സ്റ്റ് വൺ ഏതാണ്? തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് കാണിക്കുന്ന സിഗ്നൽ ആണ് അല്ലെ. ഹോസ്പിറ്റൽ ഈസ് നിയർ ബൈ എന്നുള്ളതാണ്. അടുത്തത് പെട്രോൾ പമ്പ് ഈസ് നിയർ ബൈ എന്നുള്ളതാണ്. അടുത്തത് എന്താണ്? സ്കൂൾ ഈസ് നിയർ ബൈ എന്നുള്ളതാണ് അല്ലെ. സ്കൂളുകളുടെ മുമ്പിൽ വെക്കാൻ അനുയോജ്യമായ സിഗ്നലുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ആണല്ലോ. അപ്പൊ ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. ആക്ടിവിറ്റി 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ്. ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ക്രീച്ചേഴ്സ് ആൻഡ് ദയർ നെസ്റ്റ് ബൈ ഡ്രോയിങ് ലൈൻസ്. അതായത് ജീവികളെ അവയുടെ നെസ്റ്റുമായിട്ട് വരച്ചു യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ക്രീച്ചേഴ്സ് നോക്കാം. ഹണി ബി, തേനീച്ചയുടെ കൂടെ ഏതാണ്? ഇതാണ് അല്ലെ. വരച്ചു യോജിപ്പിക്കുക കേട്ടോ. നെക്സ്റ്റ് ടെർമൈറ്റ്, ചിതലിന്റെ കൂടെ ഇതാണ്, വരച്ച് യോജിപ്പിക്കാം. ദെൻ ക്രോ ആണ്, ക്രോവിന്റെ നെസ്റ്റ് ഏതാണ്? ഇതാണ് അല്ലെ. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ലൈക്ക് ഗ്ലാസ് ഹൗസ്, ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ്, ഇഗ്ലൂ, 3D പ്രിന്റഡ് ഹൗസസ് ആർ സീൻ നൗ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൺസ്ട്രക്ടിങ് സച്ച് ഹൗസസ്? വിവിധ തരത്തിലുള്ള വീടുകള്, അതായത് ഗ്ലാസ് ഹൗസ്, തൂണുകളിൽ കെട്ടിപ്പൊക്കുന്ന വീടുകള്, ഇഗ്ലൂ, 3D പ്രിന്റഡ് ഹൗസസ് ഒക്കെ ഇപ്പൊ ധാരാളം കാണുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള വീടുകള് നിർമ്മിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഗ്ലാസ് ഹൗസ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, കൂടുതലായിട്ട് സൺലൈറ്റും അതുപോലെ തന്നെ ശുദ്ധമായ വായു ഒക്കെ കടത്തി വിടുന്ന വീടുകളാണ് അല്ലെ. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് പറയാലോ. ഹൗസസ് ലൈക്ക് ഗ്ലാസ് ഹൗസസ് എലോ മോർ സൺലൈറ്റ് ആൻഡ് ഫ്രഷ് എയർ. ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ് ആണെങ്കിലോ, ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ് നമുക്കറിയാം കൂടുതലായിട്ട് റെയിൻഫോൾ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വീടുകളാണ് അല്ലെ. ഇത്തരത്തിലുള്ള വീടുകളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും വന്യജീവികളിൽ നിന്നും ഒക്കെ നമ്മളെ സംരക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ അത് ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ് പ്രൊട്ടക്ട് ഫ്രം ഫ്ലഡ്സ് ആൻഡ് വൈൽഡ് അനിമൽസ് എന്ന് എഴുതാം. ഇഗ്ലൂ എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ സ്നോയി റീജിയൻസ് ആണ് അല്ലെ. മഞ്ഞു പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വീടുകളാണ്. ഹെൽപ്സ് ടു കീപ് ദ വാം ഇൻസൈഡ് എന്ന് പറയാം കേട്ടോ. എന്താണ്, ചൂട് ഉള്ളില് നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി 3D പ്രിന്റഡ് ഹൗസസ് ആണ്. 3D പ്രിന്റഡ് ഹൗസസ് നമുക്കറിയാം വേഗത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന വീടുകളാണ് അല്ലെ. അതൊരു പോയിന്റ് ആയിട്ട് പറയാം. ഹൗസസ് ലൈക്ക് 3D പ്രിന്റഡ് ഹൗസസ് ക്യാൻ ബി ബിൽഡ് വെരി ക്വിക്ലി.